വെൽക്കം ടു പയനിയർ. LPSA, UPSA, കേരള PSA മറ്റു മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന കണക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വർഗവും വർഗ്ഗമൂലം എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് നമ്മൾ മറ്റ് ടോപ്പിക്കുകളുടെ കാൽക്കുലേഷൻ പാർട്ടിൽ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഇത് വരുന്നത്. വർഗവും വർഗ്ഗമൂലവും ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്നാലും മറ്റ് ഭാഗങ്ങളിൽ ഇത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വർഗവും വർഗ്ഗമൂലവും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ വർഗ്ഗം കാണാനും വർഗ്ഗമൂലം കാണാനും സാധിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യയുടെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എ എന്ന് പറയുന്ന സംഖ്യയോട് കൂടെ എ തന്നെ ഗുണിക്കുകയാണെങ്കിൽ അത് നമ്മൾ A² എന്ന് എഴുതും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, വർഗ്ഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 5 ഗുണം 5 എന്ന് പറഞ്ഞത് 25ആണ്. അപ്പോൾ 5ൻ്റെ വർഗ്ഗമാണ് എത്ര, 25 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളെപ്പോഴും 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ നിങ്ങൾ കാണാതെ അറിഞ്ഞു വെക്കണം. എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർസാണ്. നമുക്ക് ഈ വർഗ്ഗം കാണാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട 3 മെത്തേഡുകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 2 അക്കങ്ങളുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ. 2 ഡിജിറ്റ്സ്, ഏത് 2 ഡിജിറ്റ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണ് 11ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന്. 11ൻ്റെ സ്ക്വയർ. ഓക്കെ, 11ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് 2 അക്ക സംഖ്യയാണ് അല്ലേ. ഈ 11ൻ്റെ സ്ക്വയർ, ഈ സംഖ്യ 11ൻ്റെ 1 1 2 സംഖ്യകളുണ്ട്. ആദ്യം നിങ്ങൾ 1ൻ്റെ സ്ക്വയർ എഴുതുക. 1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1. ഇനി എന്ത് ചെയ്യാണ്, ഈ 1ഉം ഈ 1ഉം ഗുണിക്കുക. 1 1 1, ഈ 2 കൊണ്ട് ഗുണിക്കുക. 1 1 1 2 2. ഇനി എന്ത് ചെയ്യാണ്, ഈ 1ൻ്റെ സ്ക്വയർ അതായിരിക്കും 1. അപ്പോൾ 121 ആണ് ആ സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 13ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, 3ൻ്റെ സ്ക്വയർ എഴുതുക. 9, 1 ഗുണം 3 3, 3 ഗുണം 2 6, 1ൻ്റെ സ്ക്വയർ 1, 169. ഇത് നിങ്ങൾ 17ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയാം. 17ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ 49. നമുക്കിത് അറിയണം. 49, ബാക്കി 4 ഉണ്ട്. 1 7 7, 7 × 2 14. ഇനി ബാക്കി 49 4 ആ 4 കൂട്ടുക 8, 18ആയി. ബാക്കി 1 ഉണ്ട്. 1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1. ഈ 1 1 കൂട്ടുക 2, 289 ആണ് ആ സംഖ്യയുടെ സ്ക്വയർ. ഇതൊക്കെ 31ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1. 3 ഗുണം 1 3, × 2 6, 3ൻ്റെ സ്ക്വയർ എത്രയാണ്, 9. ഇനി നോക്കാം 25ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം 25ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25. ബാക്കി 2 ഉണ്ട്. 5 2 10, 10 2 20. 20ൻ്റെ കൂടെ 2 കൂട്ടുക 22. ഓക്കെ, ബാക്കി 2 ഉണ്ട്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4. ആ ബാക്കി വന്ന 2 6, 625. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാൻ മറ്റു മാർഗങ്ങളുമുണ്ട്. അത് ഇതിലും കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നാൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഏത് 2 അക്കം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് 28ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 8ൻ്റെ സ്ക്വയർ എത്രയാണ്, 64 ആണ്. നമ്മൾ 4 എഴുതുന്നു. ബാക്കി 6 ഉണ്ട്. 8 2 16, 16 × 2 32, 32ഉം ഈ 6, 32 6ഉം 38 ആണ്. ബാക്കി 3 ഉണ്ട്. 2ൻ്റെ സ്ക്വയർ 4, 4 3 7,
784. നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽ അനുസരിച്ച് വേഗം ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ഇതാണ്. 2 ഡിജിറ്റുള്ള ഏത് സംഖ്യയുടെയും സ്ക്വയർസ് നിങ്ങൾക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എങ്കിൽ എ എത്രയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഏറ്റവും ബേസിക് ഞാൻ പറഞ്ഞതാണ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ എ സ്ക്വയർ ഇസ് 25 എന്ന് വെച്ചാൽ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 25 ആണ്. അഥവാ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 5 ഗുണം 5 ആണ്. അപ്പോൾ എ എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പം എ സ്ക്വയർ ഇസ് 25 ആണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത് അല്ലേ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എത്രയാണെന്ന് ചോദിച്ചത്? എത്രയാണത്? 5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് പറയാം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കാൻ വന്ന് 25 മുതൽ 75 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 25 മുതൽ 75 വരെയുള്ള സംഖ്യയുടെ സ്ക്വയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡ്സ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേര് ബേസ് എന്നാണ്, ഒന്നിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റൻ്റ് എന്നാണ്. ബേസ് ആൻഡ് കോൺസ്റ്റൻ്റ് എന്നാണ് ഈ മെത്തേഡ്. ബേസ് കോൺസ്റ്റൻ്റ് ആണ് മെത്തേഡ്. ജസ്റ്റ് ഒരു പേര് മാത്രമാണ് കേട്ടോ. ഈ ബേസ് എത്രയാണ്? 25 ആണ്. കോൺസ്റ്റൻ്റ് ഇവിടെ 50 ആണ്. ഈ വാല്യൂകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ബേസ് 25, കോൺസ്റ്റൻ്റ് 50. അപ്പോൾ നമുക്ക് 51 എന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാലോ? 51ൻ്റെ സ്ക്വയർ. 51ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നോക്കുക. ഈ 51ഉം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ് അല്ലേ? 51 50 എന്നുള്ള വ്യത്യാസം, 51 50 എന്നുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ +1, 1 കൂടുതലാണ്. 50നേക്കാൾ 1 കൂടുതലാണ് 51. അപ്പോൾ കോൺസ്റ്റൻ്റ് വ്യത്യാസം എഴുതി എത്രയാണ്? +1 എന്ന് എഴുതി. അപ്പോൾ 1ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ് അല്ലേ? പക്ഷെ നമുക്ക് 2 ഡിജിറ്റ് വേണം. അപ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് 0 1 എഴുതുന്നു. 1ൻ്റെ 51നേക്കാൾ 1 കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 1. 1ൻ്റെ സ്ക്വയർ 0 1. ഇനി എന്ത് ചെയ്യുന്നു? എത്ര കൂടി ആ കൂടുതൽ ഈ ബേസിനൊപ്പം കൂട്ടുന്നു. 25 1 കൂട്ടിയാൽ 26 11. ഇതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ബേസ് കോൺസ്റ്റൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കോൺസ്റ്റൻറ്റും സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നു. ആ വ്യത്യാസത്തിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ വലതുഭാഗത്ത് എഴുതുന്നത്. ഇനി എത്രയാണ് വ്യത്യാസം? ആ കോൺസ്റ്റൻറ്റ് ബേസുമായിട്ടത് നമ്മൾ കൂട്ടുന്നു. ഇനി എളുപ്പത്തിൽ നോക്കാം. 53ൻ്റെ സ്ക്വയർ എളുപ്പത്തിൽ പറഞ്ഞേ. 53ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റൻറ്റും ബേസും തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. നമുക്ക് 2 ഡിജിറ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ 0 9 എന്ന് എഴുതുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ആ വ്യത്യാസം ബേസിനോട് കൂട്ടുന്നു. എത്രയ്ക്ക് വരിക? 53 25 3 28. 53ൻ്റെ സ്ക്വയർ 28 0 9. ഇനി 54 സ്ക്വയർ എങ്ങനെയാണ് പറഞ്ഞത്? 54ൻ്റെ സ്ക്വയർ 54 വ്യത്യാസം 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16 എഴുതുന്നു. 2 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ 0 ഇടേണ്ട ആവശ്യമില്ല. ഇനി ഈ 4 6 കൂട്ടുന്നു. 25 അപ്പോൾ എത്ര? 29 16 എന്ന് കിട്ടുന്നു. ഓക്കെ, 56ൻ്റെ സ്ക്വയർ പറഞ്ഞു. 56ൻ്റെ സ്ക്വയർ 36 അല്ലേ? 6ൻ്റെ സ്ക്വയർ വ്യത്യാസം 6 ആണ്. 6ൻ്റെ സ്ക്വയർ 36. 25 6 കൂട്ടുക. അത്രയ്ക്ക് വരിക? 31 ആയിരിക്കും വരിക. അപ്പം വിതിൻ 2 സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നോക്കാം. 56ൻ്റെ സ്ക്വയർ 57ൻ്റെ സ്ക്വയർ നോക്കാം. 57ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എത്രയാണ്? കോൺസ്റ്റൻ്റിൽ വ്യത്യാസം 7 ആണ്. 7ൻ്റെ സ്ക്വയർ 49 എഴുതി. 25 7 കൂട്ടി എത്രയാണ്? 32. ഓക്കെ, നോക്കാം. 61ൻ്റെ സ്ക്വയർ നോക്കാം. 61ൻ്റെ സ്ക്വയർ എത്രയാണ്? കോൺസ്റ്റൻറ്റും സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 11 ആണ്. 11ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാം? 121 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 121നകത്തെ 2 ഡിജിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അതും അവസാന അക്കങ്ങൾ. ഏതാണ് വരിക? 21 എഴുതും. ഇനി നമുക്ക് എത്ര ഉണ്ട്? 11. 16 കൂട്ടണം ബേസിനൊപ്പം. 25 6 25 11 എത്ര എഴുതുക? 25 10 35 1 36.
ഇനി നമുക്ക് എന്തുണ്ട്, ഈ ഒന്നുണ്ട്, ഈ ഒന്ന് ഇതിനൊപ്പം അഡീഷണലി കൂട്ടുക. അപ്പം 37, 21 ഉത്തരം വരിക. ഓക്കെ, ഇനി 62ന്റെ സ്കോർ നോക്കാം. ഒന്നും കൂടെ വ്യത്യാസം എത്രയാണ്? ബേസും കോൺസ്റ്റന്റും സംഖ്യയുടെ വ്യത്യാസം 12 ആണ്. 12 സ്കോർ 144 ഒന്ന് നമുക്കിവിടെ എഴുതാം, ചെറിയ ആ വ്യത്യാസം. ഇനി എന്ത് ചെയ്യണം? ബേസും വ്യത്യാസം തമ്മിൽ കൂട്ടുക. ബേസ് എത്രയാണ്? 25 25ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ്? 37 ബാക്കി ഒന്നുകൂടി കൂട്ടിയാൽ 38. ഓക്കെ, 64ന്റെ സ്ക്വയർ നോക്കാം. നമുക്ക് 64ന്റെ സ്ക്വയർ നോക്കാം. വ്യത്യാസം എത്രയാണ്? വ്യത്യാസം 14 അല്ലേ? 14 സ്കോർ എത്രയാണ്? 196. അപ്പോൾ നമ്മൾ 196 ഇവിടെ എഴുതി, ബാക്കി ഇവിടെ ചെറുതായി എഴുതി. ഇനി നമ്മൾ 25ഉം 14ഉം കൂട്ടി. 25ഉം 14 എത്ര വരുന്നത്? 25ഉം 14ഉം 25ഉം 10ഉം 35 35ഉം 4ഉം 39 1 40. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 50ൽ കുറഞ്ഞ സംഖ്യകളാണ് എങ്ങനെയാണെങ്കിൽ 50ന് മേലെയാണ് പറഞ്ഞത്. ഇപ്പോൾ 50ന് മേലെയുള്ളതും 50ന് താഴെയുള്ളതും. 50ന് താഴെയുള്ള സംഖ്യകൾ നോക്കാം. 49ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ 49ഉം 9ഉം തമ്മിൽ നോക്കുമ്പം ഇത് 50, ഇത് 49. 1 ഇവിടെ കുറവാണ് അല്ലേ? -1 വരുന്നത്. ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ സംഖ്യയുടെ വ്യത്യാസത്തിന് സ്ക്വയർ കണ്ടെത്തി. എത്ര വരെ? 1ന്റെ സ്ക്വയർ 0.1. ഓക്കെ, 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ഇത് ചെയ്യേണ്ടത് എന്താണ്? 49 അല്ലേ? അപ്പോൾ 1 കുറവായത് കൊണ്ട് ഈ ബേസിൽ നിന്നും അത് കുറയ്ക്കുക. അപ്പോൾ എത്ര വരിക? 25 കുറച്ചാൽ 24.01 ആയിരിക്കും വരിക. ഈ 48ന്റെ സ്ക്വയർ നോക്കാം. 48ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് 48ന്റെ സ്ക്വയർ നോക്കുക? എത്ര കുറവ്? 2 കുറവ്. 2 കുറവാണെങ്കിൽ എൻ്റെ സ്ക്വയർ 0.4 എഴുതി. 4 0.4 എഴുതി. ഇനി ആ ബേസിൽ നിന്ന് സംഖ്യ കുറയുക. 28ൽ നിന്നും എന്ത് കുറയ്ക്കുക? 25ൽ നിന്നും അത് കുറയ്ക്കുക. 2 കുറയ്ക്കുക. 23.04. ഓക്കെ, ഇനി 47ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചേ. എന്തായിരിക്കും വരിക? 47ന്റെ സ്ക്വയർ ആകുന്ന സമയത്ത് വ്യത്യാസം 3 നമുക്ക് എഴുതാം. 3ന്റെ സ്ക്വയർ 0.9 എന്ന് എഴുതാം. ഇനി ആ വ്യത്യാസത്തിൻ്റെ എന്തെന്ന് കുറയ്ക്കുക? ബേസ് എന്ന് കുറയ്ക്കുക. 25 3 കുറച്ചാൽ 22.09. ഇങ്ങനെയാണ് നമ്മൾ 25 മുതൽ 75 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് സെക്കൻഡുകൾ കൊണ്ട് കണ്ടെത്തുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അടുത്തതായിട്ട് നമുക്ക് 76 മുതൽ 125 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കണ്ടെത്താൻ നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് 25 മുതൽ 75 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗമാണ് പഠിച്ചത് അല്ലേ? അടുത്ത് നമ്മൾ നോക്കുന്നത് 76 മുതൽ 125 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ബേസും കോൺസ്റ്റൻറ്റും പഠിച്ചു. അതേ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 100 ഓക്കെ, ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സംഖ്യ തന്നെയാണ്, നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് 100 കോൺസ്റ്റൻ്റ് എടുക്കുന്നത് 100 പേര് ഓർത്ത് വെക്കുക. കോൺസ്റ്റൻ്റ് എന്താണെന്ന് അതുപോലെ ബേസ് ജസ്റ്റ് പേര് നമ്മൾ എളുപ്പത്തിൽ 2 ഉപയോഗിച്ചാണ്. 101ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 101ന്റെ സ്ക്വയർ. അപ്പോൾ കോൺസ്റ്റൻ്റ് എത്രയാണ്? 100. എത്ര വ്യത്യാസം? 1. 1ന്റെ സ്ക്വയർ എത്രയാണ്? 0.1 അല്ലേ? 0.1 ആയി നമുക്ക് ഇങ്ങനെ എഴുതി. ഇനി 101 അപ്പോൾ നമുക്ക് നേരത്തെ ബേസ് 25 ആയിരുന്നല്ലേ? ഇവിടെ 25 അല്ല, എന്താണോ സംഖ്യ അത് തന്നെയാണ്. അപ്പോൾ 101 101 തന്നെയാണ് ബേസ്. 101നോട് ആര് കൂട്ടുക? ഈ 1 കൂട്ടുക. 101 102 ആയിരിക്കും ഉത്തരം. 102ന്റെ സ്ക്വയർ അടിക്കാൻ പറഞ്ഞല്ലേ? എത്ര വ്യത്യാസം? കോൺസ്റ്റന്റും സംഖ്യയുടെ വ്യത്യാസം 2 2ന്റെ സ്ക്വയർ എത്രയാണ്? 0.4 അല്ലേ? ഇനി എന്ത് ചെയ്യുക? 102ഉം 2ഉം കൂട്ടുക. എത്ര വരിക? 104.04. 103ന്റെ സ്ക്വയർ അടിച്ച് വയ്ക്കാമല്ലോ. 103ന്റെ സ്ക്വയർ എത്രയാണ് വ്യത്യാസം? 3 വ്യത്യാസം അല്ലേ? കോൺസ്റ്റന്റ് വ്യത്യാസം 3. 3ന്റെ സ്ക്വയർ എത്രയാണ്? 0.9 വരുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റും ഈ സംഖ്യയും തമ്മിൽ ബേസും നമ്മളുടെ വ്യത്യാസം തമ്മിൽ കൂട്ടുക. ബേസ് എത്രയാണ് വരുന്നത്? 103 100നോട് 3 കൂട്ടിയാൽ 106 വരുന്നത്. 106.09. ഓക്കെ, ഇതാണ് നമ്മളുടെ മെത്തേഡ്. 104ന്റെ സ്ക്വയർ അടിക്കാം. 104ന്റെ സ്ക്വയർ കോൺസ്റ്റന്റ് 100 100ഉം സംഖ്യയുടെ വ്യത്യാസം 4 അതിൻ്റെ സ്ക്വയർ നമ്മൾ 16 എഴുതുന്നു. അതിനുശേഷം ഈ വ്യത്യാസമുള്ളത് ഈ സംഖ്യയോട് തന്നെ കൂട്ടുന്നു.
104 4 എത്ര വരിക 108 വരുന്നത്. ഓക്കെ, നമുക്കിനി 99 സ്ക്വയർ ഉണ്ട് നോക്കിയാൽ 99 സ്ക്വയർ 100 താഴെയുള്ള സംഖ്യകളുടേത്. ഇവിടെ 1 കുറവാണ് അല്ലേ, 99 100 തമ്മിൽ വ്യത്യാസം 1 അല്ലേ, 99 എന്നുള്ള വ്യത്യാസം 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ 1ന്റെ സ്ക്വയർ 0 എന്ന് എഴുതുന്നു. ഇനി ആ വ്യത്യാസം എന്ന് പറയുന്നത് സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ 99 എന്ന് കുറച്ചാൽ 98 വരിക. ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ, 98ന്റെ സ്ക്വയർ പറയാലോ. എങ്ങനെയാണ്, എത്രയാണ് കുറവ്, 2 കുറവ്. അപ്പം 0 4 എന്ന് എഴുതുന്നു. ഇനി 2 ആ സംഖ്യയിൽ തന്നെ കുറയ്ക്കുന്നു. 98 എന്ന് കുറച്ചാൽ 96 വരുന്നത്. ഇനി നമുക്ക് നോക്കാം 97ന്റെ സ്ക്വയർ നോക്കാം. എന്താ വരുന്നത് 7ന്റെ സ്ക്വയർ? നമുക്ക് നോക്കാം 100ൽ 1 കുറവാണ്. അപ്പം 3ന്റെ സ്ക്വയർ 0 9. 97ൽ നിന്നും ആ 3 കുറയ്ക്കുക, എത്ര വരിക 94 ആയിരിക്കും വരിക. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വർഗം കാണാനുള്ള മെത്തേഡാണ്. ആദ്യത്തെ 2 ഡിജിറ്റിൻ്റെ വർഗം നമ്മൾ കാണാൻ പഠിച്ചു. ചെറിയ ചെറിയ സംഖ്യകളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ആ മെത്തേഡ് ഉപയോഗിച്ചാൽ. എന്നാൽ സംഖ്യകൾ വലുതാകും തോറും നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരും. അപ്പം മറ്റു മെത്തേഡുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ അടുത്തത് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അടുത്ത് നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 3 ഡിജിറ്റ് സംഖ്യകളുടെ വർഗം കണ്ടെത്തുക. 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ്. ഓക്കെ, 3 ഡിജിറ്റ് ആണ് നമുക്ക് ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ എക്സാമ്പിൾ 102 എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 102 ആണ് ഈ 10 2 എന്നീ 2 ഭാഗങ്ങളാക്കാം. 10ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാം, 100 അല്ലേ, അത് എഴുതി 100 എന്ന്. 2ന്റെ സ്ക്വയർ എത്രയാണ്, 0 4 എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ 10 2 ഗുണിക്കുക, എത്രയാണ് 12 ഗുണിച്ചാൽ 20. 20ന് ഇരട്ടി എടുക്കുക, എത്രയാ 40. അതിങ്ങനെ എഴുതുക, ഇത് തമ്മിൽ കൂട്ടി എഴുതുക. 4 0 1 0 4 104 04. ഇങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റും. സപ്പോസ് 202ന്റെ സ്കോർ കണ്ടുപിടിക്കാൻ പറയുകയാണ്. നിങ്ങൾ സംഖ്യ 2 ഭാഗമാക്കി 20 2 എന്നാക്കണം. 20ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 400 ആണ്. 2ന്റെ സ്ക്വയർ 04 ഇനി 20 ഗുണം 2 40. 40ന്റെ ഇരട്ടി 80 ആയിരിക്കും വരിക. 4 0 408 04 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 152ന്റെ സ്ക്വയർ പിടിച്ചു നോക്കി, എന്താ വരിക 152ന്റെ സ്ക്വയർ 15 2 എന്ന് എഴുതി. നിങ്ങൾക്ക് എഴുതാം 15ന്റെ സ്ക്വയർ അറിയാം 225 ആണ്. 2ന്റെ സ്ക്വയർ 04. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, 15ന്റെ ഇരട്ടി 15 ഗുണം 2 30. 30ന്റെ ഇരട്ടി 60. നിങ്ങൾ എഴുതുവാണെങ്കിൽ കിട്ടും 4 0 11 23 231 04 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്വയേഴ്സ് കാണുന്ന മെത്തേഡ്. ഓക്കെ, 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ 2 ഡിജിറ്റിൻ്റെ മെത്തേഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ 25 75 വരെയുള്ളതും 76 to 125 വരെയുള്ളതും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ 3 ഡിജിറ്റ് വന്നാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ്, എനി നമ്പർ ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് മാറ്റി എഴുതാൻ സാധിക്കും. 4 ഡിജിറ്റ് വന്നാലും നിങ്ങൾക്കിത് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ സ്ക്വയേഴ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, വർഗങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ദശാംശ സംഖ്യകളും 0 ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം. ഓക്കെ, വർഗത്തിലെ ആദ്യത്തെ കേസ് നമ്മൾ പറയുന്നത് ദശാംശ സംഖ്യകൾ, അതായത് ഡെസിമൽ നമ്പർ, ഡെസിമൽ പാർട്ടുള്ള സംഖ്യകൾ, ദശാംശ സംഖ്യകൾ. ഓക്കെ, ദശാംശ സംഖ്യകൾ വരുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഇപ്പം 2ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 4 ആണെന്നറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 0.2ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും വരിക, 0.2ന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് 0.2 ഇൻറ്റു 0.2 എന്നാണ് അല്ലേ. അതായത് ദശാംശം കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ 8 സ്ഥാനമുണ്ട്. അപ്പം ഉത്തരം എന്തായിരിക്കും വരിക, ഉത്തരത്തിൽ 2 സ്ഥാനം വരണം, 0.04 എന്നായിരിക്കും വരിക. ഓക്കെ, അതുപോലെ നമുക്ക് 0.02ന്റെ സ്ക്വയർ അപ്പോൾ എത്ര ആയിരിക്കും വരിക, 0.02ന്റെ സ്ക്വയർ നമുക്കറിയാം 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലേ. പക്ഷേ 4 മുമ്പ് എത്ര ദശാംശം ഏത് സ്ഥാനം വേണം, നമുക്ക് ഇവിടെ 2 ഉണ്ട്, അപ്പം ഉത്തരത്തിൽ 4 വേണം. 0.000 3 0 നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഇതാണ് ഉത്തരം വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.5ന്റെ സ്ക്വയർ എത്ര, 0.5ന്റെ സ്ക്വയർ
ഇപ്പോൾ നോക്കുക 5ൻ്റെ സ്ക്വയർ 25 അല്ലേ, അപ്പോൾ 0.25 ആയിരിക്കും വരിക. പിന്നെ 0.005ൻ്റെ സ്കോർ വെച്ച് എന്തായിരിക്കും വരിക? ഇവിടെ ചോദ്യത്തിൽ ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്, ഉത്തരത്തിൽ നമുക്കിൻ്റെ ഇരട്ടി സ്ഥാനം വേണം, അത് 6 സ്ഥാനം വേണം. അപ്പോൾ 25 എഴുതി നമുക്ക് എന്ത് ചെയ്യണം? 6 സ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ 4 0 ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ 0.0025 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. ഈ പരിപൂർണ്ണ വർഗ്ഗങ്ങളുടെ എക്സാമിന് എങ്ങനെ ചോദിക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗ്ഗം ഏതെന്നാണ്. ഓപ്ഷൻ നോക്കാം. 1.6, 0.16, 0.016, 0.0016. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതായിരിക്കും ഉത്തരം. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. ഇരട്ട സംഖ്യയായിരിക്കും ദശാംശം അല്ലേ, അതായത് സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. ഇവിടെ നമുക്ക് ഒരു ഒറ്റ സംഖ്യയാണ്, ഇവിടെ ഒറ്റ സംഖ്യയാണ്, ഇവിടെ ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 0.4ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും വരിക? 0.16 ആണ്. ഓക്കെ, 2 സ്ഥാനമുണ്ട്. അതുപോലെ 0.04ൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 0.0016 എന്നാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്കോർ നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ദശാംശം കഴിഞ്ഞ സ്ഥാനങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് പരിപൂർണ്ണവർഗ്ഗം ഏതാണ് വരിക? 0.16 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്പേഴ്സ് എൻഡിങ് വിത്ത് ഏത് നമ്പേഴ്സാണ് നമുക്ക് നോക്കാം. എൻഡിങ് വിത്ത്, അതായത് ഈ 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ, 4ൽ അവസാനിക്കുന്ന സംഖ്യകൾ, 9ൽ അവസാനിക്കുന്ന സംഖ്യകൾ, 6ൽ അവസാനിക്കുന്ന സംഖ്യകൾ, 1, 4, 9, 6. ഇനി അടുത്തത് 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ, 0ൽ അവസാനിക്കുന്ന സംഖ്യകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയേഴ്സ് 1ൻ്റെ സ്ക്വയറും 9ൻ്റെ സ്ക്വയറും അവസാനിക്കുന്ന എവിടെയാണ്? 1ലാണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 1ൻ്റെ സ്ക്വയറും അതിൽ 1ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറും 9ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയേഴ്സും എൻഡ് ചെയ്യുന്ന നമ്പർ എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ 2ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സും 8ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സും എൻഡ് ചെയ്യുന്നത് 4ലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 9ൽ അവസാനിക്കുന്ന ഏതൊക്കെ സംഖ്യകളുടെയാണ്? 3ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സും അതുപോലെ 7ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സും എൻഡ് ചെയ്യുന്നത് 9ലായിരിക്കും. ഇനി 6ൽ അവസാനിക്കുന്ന സംഖ്യകൾ എങ്ങനെയായിരിക്കും വരിക? 4ൽ അവസാനിക്കുന്ന സംഖ്യയുടെയും 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും സ്ക്വയേഴ്സ് എപ്പോഴും 6ലാണ് അവസാനിക്കുക. 5 എന്ന് പറയുന്ന സംഖ്യ 5 തന്നെ 0ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയേഴ്സും 0ലായിരിക്കും അവസാനിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 11ൻ്റെ സ്ക്വയർ 121 ആണ് അല്ലേ, 121. നോക്കുക 19ൻ്റെ സ്ക്വയർ, അതാ 19ൻ്റെ സ്ക്വയർ വരുന്നത് 1ലാണ് അവസാനിക്കുക അല്ല, 19ൻ്റെ സ്ക്വയർ 1ലല്ല അവസാനിക്കുന്നത്. 121 ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും 361 ആണ്, അത് 1ലാണ് അവസാനിക്കുന്നത് അല്ലേ. നോക്കുക ഇവിടെ 1 9, അപ്പോൾ 1 9 ആയിരിക്കും ഈ സംഖ്യകളുടെ അവസാന അക്കമെന്ന് നമുക്ക് വർഗ്ഗമൂലത്തിൽ ഉപയോഗിക്കാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അവസാനമൊക്കെ എപ്പോഴും എന്തായിരിക്കും? 1 4 9 6 5 0 ആയിരിക്കും. അപ്പം 0 ആണെങ്കിൽ നമുക്ക് 2 സ്ഥാനമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം നോക്കാം. 98ൻ്റെ ഏറ്റവും ചെറിയ ഏത് സംഖ്യയോട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗ്ഗമാകും? പൂർണ്ണവർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൂർണ്ണവർഗ്ഗത്തിൻ്റെ അവസാന അക്കങ്ങൾ ഏതൊക്കെയാണ് ചാൻസ് ഉണ്ട്? ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെയാണ് ചാൻസ്? 1 4 9 6 5 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 2 0 ആയിരിക്കും എപ്പോഴും അവസാനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 98നെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 92 കൊണ്ട് ഗുണിച്ചാൽ 8 16 52 196. ഇനി 98നെ 3 കൊണ്ട് ഗുണിച്ചാൽ അവസാനിക്കുന്ന സംഖ്യ 3 24 ആണ് അല്ലേ. ഈ സംഖ്യ 4ലാണ് അവസാനിക്കുന്നത്. 98നെ 5 കൊണ്ട് ഗുണിച്ചാൽ അവസാനിക്കുന്ന സംഖ്യ ഏതാണ്? 8 5 40 ഓക്കെ, അടുത്ത നോക്കാം. 98നെ 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 8 നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ അവസാന അക്കം 6 ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 4 9 6 25 നല്ല ചോദ്യത്തിലുള്ളത്. അപ്പം 6 ഇവിടെ ഉള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഏറ്റവും ചെറിയ സംഖ്യ പൂർണ്ണവർഗ്ഗമാണെങ്കിൽ അവസാന അക്കം ഈ ഏതെങ്കിലും നമ്പേഴ്സ് മാത്രമേ ആവാൻ ചാൻസ് ഉള്ളൂ.
അപ്പം ഇതാണ് നിങ്ങൾ ഉത്തരം 2 ഉത്തരം എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, പൂർണ്ണവർഗ്ഗങ്ങളുടെ അവസാന അക്കങ്ങൾ ഈ സംഖ്യയിലായിരിക്കും അവസാനിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം സ്ക്വയറുമായിട്ടും സ്ക്വയർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.